കാണുക. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി വഇലല്ലാഹിൽ മസീർ. അല്ലാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അല്ലാഹുവിങ്കലേക്ക് തന്നെയാണ് മടക്കവും. വളരെ ഉയർന്ന ഭൗതിക വിദ്യ ഉപയോഗിച്ച് ഇര തേടുന്ന മറ്റൊരു എട്ടുകാലി വർഗമാണ് ട്രാപ്ഡോർ. മറ്റ് എട്ടുകാലികളെപ്പോലെ വല നെയ്യുന്നതിന് പകരം ഇവ ഗ്രൗണ്ടിനടുത്ത് നിന്ന് ആക്രമണം അഴിച്ചുവിടുന്നു. ആദ്യം ഇത് ഗ്രൗണ്ടിൽ കുഴിയുണ്ടാക്കി അതിനു ചുറ്റും സിൽക്ക് കൊണ്ടും മണ്ണുകൊണ്ടും മൂടും. ആവരണത്തിന്റെ ഒരറ്റം നിലത്ത് കീലം കണക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അയവില്ലാത്ത ചരടുകൾ നീണ്ടുകിടക്കും. ഈ വ്യവസ്ഥയുടെ ഫലമായി പുറത്തുള്ള ചെറിയ സ്പന്ദനം പോലും അവക്ക് അറിയാൻ കഴിയും. കെണി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. എന്തെങ്കിലും തെറ്റായത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെ ജീവി എട്ടുകാലിക്കിരയാകുന്നു. ആത്മവിശ്വാസത്തോടെ ഒരു പുഷ്പത്തിന്റെ മുകളിലൂടെ നടക്കുകയാണ് ജീവി. ഈ പുഷ്പം എട്ടുകാലിയുടെ കെണിയാണ്. ചിന്താശേഷിയില്ലാത്ത ഒരു എട്ടുകാലിക്ക് കെണിയുണ്ടാക്കുവാനുള്ള ആശയവും പുറത്തുനിന്നുള്ള മുന്നറിയിപ്പ് പിടിച്ചെടുക്കുവാനുള്ള സംവിധാനവും എങ്ങനെ കൈവരിക്കാൻ കഴിഞ്ഞു? ഗ്രൗണ്ടിലെ പൂക്കളെ അനുകരിച്ചുകൊണ്ട് കെണിയൊരുക്കുവാനും ഒളിച്ചിരിക്കുവാനും അവയെ പഠിപ്പിച്ചതാരാണ്? ഈ ജീവിവർഗത്തിലെ ഓരോ എട്ടുകാലിയും അതിന്റെ വേട്ടയാടൽ രീതി അറിഞ്ഞാണ് ജനിച്ചു വീഴുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഈ ചെറു ബോളാസ് എട്ടുകാലി അതിന്റെ ആദ്യത്തെ കെണിയൊരുക്കി കഴിഞ്ഞു. ഈ എട്ടുകാലി നിങ്ങളുടെ വിരൽത്തുമ്പിനേക്കാൾ ചെറുതാണ്. കെണിയാകട്ടെ ഒരു മുട്ടുസൂചിയുടെ തലയേക്കാൾ ചെറുതും. പുതുതായി ജനിച്ചു വീണ ഈ ഡിൻപിസ് എട്ടുകാലി ഒരു ലഘുവല മെനഞ്ഞു കഴിഞ്ഞു. ജനിച്ചു വീണ നിമിഷം മുതൽ ഈ കുഞ്ഞെട്ടുകാലി വിദഗ്ധനായ ഒരു എഞ്ചിനീയറാണ്. ഒരു ചെറിയ പ്രദേശത്ത് അനേകം കുഞ്ഞുങ്ങളുണ്ടാകുന്നത് തടസ്സം സൃഷ്ടിക്കുമെങ്കിലും സാവധാനത്തിൽ ക്ലോക്കിന്റെ പ്രവർത്തനം പോലെയായി മാറുന്നു. ഈ കൊച്ചു എട്ടുകാലികൾ വൈകാതെ അവയുടെ അമ്മയെ വിട്ട് സ്വന്തം വല നിർമ്മിക്കാനായി പിരിഞ്ഞു പോകും. എട്ടുകാലികൾ വലയും കെണിയും നിർമ്മിക്കുന്നതിന് ബോധനം ലഭിച്ചവയാണ് എന്നിത് കാണിക്കുന്നു. ഈ ജീവികൾക്ക് അവയുടെ പ്രത്യേക സവിശേഷതകൾ നൽകിക്കൊണ്ട് സൃഷ്ടിച്ചത് അല്ലാഹു തന്നെയാണ് എന്നതിൽ തർക്കിക്കുവാൻ യാതൊരവകാശവുമില്ല. ഓരോ ജീവിവർഗത്തിനും അവയുടേതായ പ്രകൃതം നൽകുകയും ആവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്തവനായിട്ടാണ് അല്ലാഹുവിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. قال ربنا الذي أعطى كل شيء خلقه ثم هدى. അദ്ദേഹം പറഞ്ഞു, ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും എന്നിട്ടതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ അവനത്രേ ഞങ്ങളുടെ രക്ഷിതാവ്. മരുഭൂമി, അറ്റമില്ലാത്ത മണൽപ്പരപ്പ്, 55 ഡിഗ്രി സെൽഷ്യസ് എന്ന പൊള്ളിക്കുന്ന ചൂട്.
ശ്വസിക്കാൻ പോലും പ്രയാസം സൃഷ്ടിക്കുന്ന മണൽക്കാറ്റ്, എല്ലാറ്റിനെയും മറയ്ക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്ന മണൽക്കാറ്റ്, സുരക്ഷിതമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മരണം നൽകുന്നതാണ് മരുഭൂമി. ഇവിടേക്കു വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾക്ക് മാത്രമേ മരുഭൂമിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് നിലനിൽക്കാനാവുകയുള്ളൂ. മണൽക്കാറ്റിനെ തൃണവൽഗണിക്കാനും മരുഭൂമിയുടെ ഇതര ഭീഷണികളെ നേരിടാനുമുതകുന്ന വാഹനങ്ങൾ തന്നെ നിർമ്മിക്കപ്പെടണം. കുറഞ്ഞ ഇന്ധനവും കുറഞ്ഞ വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യുകയും വേണം. ഈ വിഷമകരമായ അവസ്ഥകളെയൊക്കെ തരണം ചെയ്യുന്ന ഒരു ജീവിയുണ്ട്, ഒട്ടകം. ചരിത്രത്തിലുടനീളം മരുഭൂനിവാസികൾക്ക് സഹായകമായി വർത്തിച്ച ജന്തുവാണ് ഒട്ടകം. മറ്റ് ജീവികൾക്ക് മരുഭൂമിയിലെ ചൂട് മാരകമായിരിക്കും. ഏതാനും ഷഡ്പദങ്ങൾ, ഇഴജന്തുക്കൾ, ചെറുജന്തുക്കൾ എന്നിവയൊഴികെയുള്ളവക്ക് ഇവിടെ കഴിയാനാവില്ല. മരുഭൂമിയിൽ അതിജീവന സാധ്യതയുള്ള ഒരേ ഒരു വലിയ മൃഗം ഒട്ടകം മാത്രമാണ്. ഒട്ടകത്തെ അല്ലാഹു മരുഭൂമിയിൽ ജീവിച്ച് മനുഷ്യനെ സേവിക്കാനുതകും വിധമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒട്ടകത്തിന്റെ സൃഷ്ടിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.